ഹായ് പ്രിയപ്പെട്ട മച്ചന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അതായത് തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ മടക്കത്താനത്തിന് മുകളിലായിട്ട് നമുക്കറിയാം നിരവധി സിനിമകൾ ലൊക്കേഷനായിട്ടുള്ള ഒരു പ്രദേശമാണേ. നിങ്ങൾക്ക് പലർക്കും അറിയാം ഈ വീട് പലർക്കും അറിയാവുന്നതാണ്. നമുക്കറിയാം പത്താം വളവെന്ന് പറഞ്ഞൊരു സിനിമയെ, അതായത് ശ്രീജിത്തും അതുപോലെ ഇന്ദ്രജിത്തല്ല മോനെ, ഇന്ദ്രജിത്തും പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂടും കൂടെ അഭിനയിച്ച ഒരു പടമുണ്ട് ഈ പത്താം വളവെന്ന് പറയുന്നത്. നല്ല പടം, നല്ല സീനറി അല്ലേ, നിങ്ങളെല്ലാവരും നോക്കിയാൽ നല്ല അടിപൊളിയല്ലേ. ഓക്കെ, ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് വെയിലിൻ്റെ പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതുവഴി ഈ സമയത്ത് വന്നത്. ഇവിടെ ഏതാണ്ട് മൂവാറ്റുപുഴയ്ക്ക് ഒരു 15 കിലോമീറ്റർ അടുത്തുള്ള കേട്ടോ. ഇവിടെ മൊത്തം പാറയാണ്. ഇതിൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ കണ്ടോ, നിരപ്പായ പാറകളാണ്. ഇത് പല പടത്തിനും നിരവധി പടത്തിൻ്റെ ലൊക്കേഷൻ ആയിട്ടുള്ളതാണ്. ഈ വീടാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത്. അനന്തു പിന്നെ വീടല്ലേ ഇതാണല്ലോ, നാഥൻ. ഓക്കെ. ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നാഥനുണ്ടോ അവിടെ? ഓക്കെ. അച്ഛനൊക്കെ ഉണ്ടോ അതോ അമ്മയുണ്ടോ ഇപ്പോൾ അവിടെ? അമ്മച്ചി വേണോ? ഓക്കെ. ഈ വീടിൻ്റെ സീനറി കിട്ടണമെങ്കിൽ താഴോട്ട് ചെല്ലണം. അപ്പം നാഥനെ ഒന്ന് പരിചയപ്പെടാൻ സന്തോഷം. ഓക്കെ, താങ്ക് യു. യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കിയൊന്ന് എടുത്തോട്ടെ. ഓക്കെ. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ആ വീടിൻ്റെ ബാക്കി ഭാഗം ഞാൻ കാണിച്ചു തരാം. മഴക്കാലമായാലേ ഇതുവഴിയുള്ള വെള്ളൊലിപ്പുണ്ട് പാറയിൽ കൂടെ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വരുന്നവർ സൂക്ഷിക്കുക. പക്ഷെ നല്ല സീനറിയാണ് കാണാൻ, നല്ല പ്രദേശമാണ് കേട്ടോ. അപ്പം എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്താം വളവ് സിനിമ കേട്ടോ. സുരാജ് വെഞ്ഞാറമ്മൂട്, പൃഥ്വിരാജും അഭിനയിച്ച പടം കേട്ടോ. ഈ പ്രദേശം നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തും ഞാൻ പോകുന്നുണ്ട്. നിങ്ങൾ എനിക്ക് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾ പോലും അറിയത്തില്ലാത്ത പ്രദേശത്ത് നമ്മൾ എത്തുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.